നാളെ പരലോകത്ത് വരുമ്പോ രണ്ട് കൂട്ടം ആളുകൾ ഭയങ്കരമായ സംവാദം നടക്കും അല്ലാഹുവിന്റെ തിരുമുമ്പിൽ. ആ സംവാദം കേട്ട് അല്ലാഹു ചിരിക്കും, അല്ലാഹു സന്തോഷിക്കും. എന്താണ് ആ സംവാദം? ആരാണ് ആ രണ്ട് കക്ഷികൾ? ഒന്ന് ശുഹദാക്കളാണ്, ഒന്ന് ആലിമീങ്ങളാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ആ കൂട്ടത്തിൽ കാണാം, പരിശുദ്ധ ഖുർആന്റെ ആമുഖഭാഗത്ത് തന്നെ കാണാം, ശുഹദാക്കള് പറയും, അല്ലാഹുവേ നിന്റെ ദീനിനു വേണ്ടി രക്തമൊലിച്ച്, ശത്രുവിന്റെ വെട്ടുകൊണ്ട് രക്തമൊലിച്ച് ആ അടയാളം നിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ കഴുകാതെ കുളിപ്പിക്കാതെ കൊണ്ടുവന്നതാണ്. ശുഹദാക്കള് മരിച്ചാൽ അവരെ കുളിപ്പിക്കാൻ പാടില്ല. ശുഹദാക്കള് മരിച്ചാൽ കുളിപ്പിക്കാൻ പാടില്ല. കുളിപ്പിക്കാൻ പാടില്ലാത്തത് എന്തുകൊണ്ട്? നാളെ പരലോകത്ത് അവരുടെ ശരീരത്തിലൂടെ രക്തമൊലിച്ചത്, ഇതെന്തിനു വേണ്ടി ഒലിച്ചതാണ്? എന്താ നിങ്ങളെ മേലെ ചോര, എന്താ രക്തം പുരണ്ടു വരുന്നത് എന്ന് ചോദിക്കുമ്പോ അവർ അള്ളാന്റെ ദീനിനു വേണ്ടി ശത്രുവിന്റെ വെട്ടുകൊണ്ട് ഷഹീദായി മരിച്ചതാണെന്ന് നാളെ പരലോകത്ത് ഈ രക്തം സാക്ഷി പറയും. ഷഹാദത്തിന്റെ രക്തമാണത്, രക്തസാക്ഷിത്വമാണ്. നാളെ പരലോകത്തേക്കുള്ള സാക്ഷികളാണ്. അതുകൊണ്ട് ഈ രക്തം കഴുകരുത്, ഈ രക്തക്കറ കഴുകിക്കളയരുത്. രക്തം നജിസാണ്. അതുകൊണ്ട് തന്നെ ആ നജിസായ രക്തം ശരീരത്തിലുള്ള സ്ഥിതിക്ക് അവനെ കുളിപ്പിക്കാൻ പാടില്ലാത്തത് കൊണ്ട്, രക്തം പുറത്തുള്ളത് കൊണ്ട് നിസ്കരിക്കാനും പാടില്ല. ശരീരത്തിന്റെ പുറത്ത് കുറച്ച് രക്തമായി, അപ്പൊ നമ്മളെ ഉള്ളു മുഴുവൻ രക്തല്ലേ? നമ്മുടെ ശരീരത്തിന്റെ ഉള്ളു മുഴുവന് രക്തല്ലേ? ഉള്ളില് മൂത്രമില്ലേ? ഉള്ളില് കാഷ്ടമില്ലേ? നേരത്തെ ഈ സൂചി കുത്തിച്ചെടുത്ത് പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. അങ്ങനെ പറയുമ്പോ അതിനകത്ത് ഫ്രീ ആയിട്ട് മസാല വേറെ വരും, അതിനോട് ബന്ധപ്പെട്ട് മസാല വേറെയും വരും. അതിലേക്കെല്ലാം കൂടി ഒന്നും ഇപ്പൊ കടന്നു പോകാൻ പറ്റില്ല. നമ്മളെ ഉള്ളിലൊക്കെ നജിസ് ഒരുപാടുണ്ട്. ശരീരം മൊത്തം ചോരയാണ്, എല്ലാം നജിസാണ്. നമ്മളെ ശരീരത്തിലുള്ള ഒക്കെ നജിസ് തന്നെ. അത് വിചാരിച്ചിട്ട് നജിസായിരിക്കൂല, മൂത്ര. പക്ഷെ അതിന് നജിസിന്റെ ഹുക്കുമ്, അതിന് നജിസിന്റെ വിധി കൽപ്പിക്കണമെങ്കിൽ അത് ശരീരത്തിൽ നിന്ന് പുറത്തു വന്നാലേ ഹുക്കുമ് കൽപ്പിക്കുള്ളൂ. ബ്ലേഡ് കൊണ്ട് കീറി ചോര ഒഴിച്ചാൽ ആ രക്തം ഉള്ളിലായിരുന്ന സമയത്ത് ഹുക്കുമ് കൽപ്പിക്കൂല, വിധി കൽപ്പിച്ചിട്ട് അതിന് വിധി പറയില്ല. അപ്പൊ പുറത്തേക്ക് ചാടിയപ്പോ ഹുക്കുമായി. ഈ സൂചി കുത്തിവെച്ചപ്പോ പുറത്തു നിന്നൊരു ബന്ധം ഉള്ളിലേക്ക് കുത്തിക്കയറ്റിയപ്പോ നജിസ് പുറത്ത് ചാടിയ ഹുക്കുമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് അതവിടെ വെച്ചുകൊണ്ടിരിക്കെ വുളൂഉം തയമ്മവും സഹീഹല്ല എന്ന് പറയാൻ കാരണം. വേറെയും കാരണങ്ങളുണ്ട്, അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ചുരുക്കി പറയാം, മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് നജിസ് പുറത്തേക്ക് വരുമ്പോഴാണ് മൂത്രം പുറത്ത് നജിസാണ്, കാഷ്ടം പുറത്തു വന്ന നജിസാണ്. ഉള്ളിലുണ്ടാകുമ്പോ അത് നജിസാണെന്ന് വിചാരിച്ചിട്ട് ഹുക്മ് കൽപ്പിക്കൂല. ഈ ചോര ശരീരത്തിൽ കൂടി ഒലിച്ചുകൊണ്ട് നജസും വെച്ച് നിസ്കരിക്കാൻ പാടില്ലാത്തത് കൊണ്ട് നിസ്കരിക്കാതെ മറവ് ചെയ്യാം. അല്ലാഹുവേ നിന്റെ ദീനിനു വേണ്ടി വെട്ടുകൊണ്ട് മരിച്ചതാണ്, ഞങ്ങൾ ശുഹദാക്കളാണ്. ഞങ്ങളുടെ നേതാവ് ബിഹംസത്തിൽ കറാറി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദി ശുഹദാഇ. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു ആണ് ഞങ്ങളെ നേതാവ്. ശുഹദാക്കൾ നാളെ പരലോകത്ത് ഹംസ റളിയല്ലാഹു അൻഹു പിടിച്ച പതാകയുടെ പിന്നിലാണ്. ഉലമാക്കള് നാളെ പരലോകത്ത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പിടിച്ച പതാകയ്ക്ക് കീഴിലാണ്. ഓരോരുത്തർക്ക് ഓരോ പതാകയുണ്ട്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പതാക വഹിച്ചിട്ടുണ്ട്. സിദ്ദീഖീങ്ങളെ മുഴുവനും അവിടെയാണ്. ശുഹദാക്കൾ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പതാകയ്ക്ക് കീഴിലാണ്. ആലിമീങ്ങൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ പതാകയ്ക്ക് കീഴിലാണ്. അല്ലാഹു നമ്മെ ഏതെങ്കിലും ഒരു പതാക ഒരുമിച്ച് കൂട്ടി അവൻ അനുഗ്രഹിച്ച സ്വർഗത്തിൽ എത്തിച്ചു തരുമാറാകട്ടെ. ഈ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഫുഖഹാക്കൾ, പണ്ഡിതന്മാര്, ആലിമീങ്ങളെ മുമ്പിൽ വെച്ച് ശുഹദാക്കള് പറയും, ഞങ്ങളെ നേതാവ് ഹംസ റളിയല്ലാഹു അൻഹു ആണ്, ശരീരത്തിൽ നിന്ന് ഒലിച്ച രക്തമാണ്. ശുഹദാക്കള് സ്വർഗത്തിൽ പാറിക്കളിക്കുകയാണ്. അവർക്ക് പ്രത്യേകമായ ചറക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ടവരാണ്.
വലിയ പദവി എന്ന് പറഞ്ഞവരാണ് ശുഹദാക്കൾ എന്ന് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് അവരുടെ മദ്ഹങ്ങനെ പറയുമ്പോ, അതുകൊണ്ട് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ച രക്തത്തിനാണ്, ഞങ്ങളെ ശരീരത്തിൽ നിന്ന് ഒലിച്ച രക്തത്തിനാണ് ഈ തുലാസിൽ വെച്ച് തൂക്കി നോക്കിയാൽ ഏറ്റവും ഭാരം തൂങ്ങുന്നത് എന്ന് പറയുമ്പോ ആലിമീങ്ങളെ പറയുന്നു, പോയടാ അവിടുന്ന്. ഞങ്ങളുടെ പേനകളിൽ നിന്ന് നിർഗളിച്ച മഷിയുടെ ശ്രേഷ്ഠത നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ച രക്തത്തിനില്ല. ഞങ്ങളുടെ പേനകളിൽ നിന്ന് ഒലിച്ച മഷി നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ച രക്തസാക്ഷിത്വത്തിന്റെ ചോരയും തുലാസിന്റെ 2 തട്ടിലും വെച്ച് നമുക്കൊന്ന് തൂക്കി നോക്കാം. അല്ലാഹുവിന്റെ മുമ്പിൽ വെച്ച് ഉലമാക്കളും ശുഹദാക്കളും തർക്കം കൂടുകയാണ്. എന്നിട്ട് അവര് രണ്ടുപേരും ബാധിക്കാൻ, ഞങ്ങളാണ് ശ്രേഷ്ഠത, ഞങ്ങളാണ് ശ്രേഷ്ഠത, ഞങ്ങൾ അള്ളാന്റെ ദീനിന് യുദ്ധം ചെയ്ത് മരിച്ചവരാണ്, പച്ച ശരീരം വെട്ടിമുറിക്കാൻ കൊടുത്തവരാണ്, ദുനിയാവിൽ ഞങ്ങൾ വേദന സഹിച്ചു പെടഞ്ഞു മരിച്ചവരാണ്, ഞങ്ങളല്ലേ ഏറ്റവും മുന്തിയത്, ഞങ്ങളെ ചോരയല്ലേ ശ്രേഷ്ഠതയുള്ളത് എന്ന് പറയുമ്പോ ഉലമാക്കള് പറയുന്നു, അല്ല അല്ല, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ച രക്തത്തിനേക്കാളും ശ്രേഷ്ഠത ഞങ്ങളുടെ പേനകളിൽ നിന്ന് നിർഗളിച്ച മഷിക്കാണ്. ഈ തർക്കം തുടരും. അങ്ങനെ തുടരുമ്പോൾ അവസാനം ആലിമീങ്ങൾ പറയും, നിങ്ങൾ ശുഹദാക്കന്മാരെ അള്ളാന്റെ ദീനിന്റെ ഷഹീദാവരല്ലേ, നിങ്ങൾക്ക് അള്ളാന്റെ സ്വർഗമുണ്ടല്ലേ? ആരാ പറഞ്ഞത് നിങ്ങളോട് അള്ളാന്റെ സ്വർഗമുണ്ട്, ഷഹീദായ കൂലിണ്ട്, പുണ്യമുണ്ട്? നിങ്ങൾക്ക് എവിടെ കിട്ടി? ഞങ്ങൾ എഴുതി വെച്ച കിതാബ് വായിച്ചിട്ട് കിട്ടിയതല്ലേ? ഞങ്ങൾ എഴുതി വെച്ച കിതാബ് വായിച്ചിട്ട് പ്രചോദനം ഉൾക്കൊണ്ട് യുദ്ധത്തിന് പോയി ഷഹീദായതല്ലേ? നിങ്ങളെ ശുഹദാക്കളാക്കിയത് ഞങ്ങളെ കിതാബല്ലേ? ഞങ്ങൾ കിതാബ് എഴുതിയ പേനയിലെ മഷി ചെലവാക്കിയത് കൊണ്ടല്ലേ ആ കിതാബ് വായിച്ചിട്ട് ഷഹാദത്തിന് നിങ്ങൾക്ക് പ്രേരണ കിട്ടിയത്? നിങ്ങളെ ശുഹദാക്കളാക്കിയത് ഞങ്ങളെ മഷിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചോരയേക്കാൾ ശ്രേഷ്ഠത ഞങ്ങളെ മഷിക്കാൻ എന്ന് ഉലമാക്കളും തർക്കം കൂടും. ഇത് രണ്ടും കേട്ട് അല്ലാഹു സന്തോഷിക്കും. മുത്തുനബി പഠിപ്പിക്കുക, ഇത് രണ്ടും കേട്ട് അല്ലാഹു സന്തോഷിച്ച് ചിരിക്കും. അള്ളാഹു തീർപ്പ് കൽപ്പിക്കും. എന്താ തീർപ്പ്? ശുഹദാക്കളെ, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ച രക്തത്തിനേക്കാളും ശ്രേഷ്ഠത ഇക്കാണുന്ന ഉലമാഇന്റെ പേനയിൽ നിന്ന് ഒലിച്ച മഷിക്കാണ്. ആ മഷിയുടെ അടുത്തേക്ക് എത്താൻ ഒരു ഷഹീദിന്റെ ശരീരത്തിൽ നിന്ന് നിർഗളിച്ച രക്തത്തിനും സാധ്യമല്ല. അള്ളാഹു വിധി കൽപ്പിച്ചു. ശുഹദാക്കളോട് പറഞ്ഞു, പൊയ്ക്കോ, സ്വർഗത്തിലേക്ക് പൊയ്ക്കോ. ശുഹദാക്കൾ സ്വർഗത്തിൽ പോയി. ആലിമീങ്ങളോട് പറയും, പോകരുത്, അവിടെ നിൽക്ക്. ഉലമാക്കൾ അവിടെ നിൽക്കും. നിങ്ങൾ അങ്ങനെ പോയാ പോരാ, നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ആരെയെല്ലാം കൂട്ടിക്കൊണ്ടു പോകണമോ? സ്വർഗത്തിലേക്ക് നിങ്ങൾ പോകുമ്പോ നിങ്ങൾക്ക് കിതാബ് ഓതി പഠിക്കുന്ന സമയത്ത് സഹായിച്ചവരില്ലേ? ഭക്ഷണം തന്നവരില്ലേ? കിതാബ് വാങ്ങി തന്നവരില്ലേ? നിങ്ങൾക്ക് വസ്ത്രം തന്നവരില്ലേ? നിങ്ങൾക്ക് ക്യാഷ് തന്നവരില്ലേ? ഒരു സൗഹാർദ്ദത്തിന്റെ കെലിമത്ത്, ഒരു പുഞ്ചിരിയെങ്കിലും തന്നിട്ട് നിങ്ങൾക്ക് ഇൽമു പഠിക്കുന്നതിന് പ്രചോദനം നൽകിയ ആളുകൾ നിങ്ങൾക്കില്ലേ? അവരിൽ നിന്ന് നിങ്ങൾ ആരെയൊക്കെ തൃപ്തിപ്പെട്ടോ അവരെ മുഴുവനും പിടിച്ച് സ്വർഗത്തിൽ പോയിക്കോ എന്ന് അല്ലാഹു ഉലമാഇനോട് പറയും. ഉലമാക്കൾ ഒറ്റക്കല്ല സ്വർഗത്തിൽ പോകുന്നത്, അവർക്ക് വേണ്ടപ്പെട്ടവരെ, അവർക്ക് ഇൽമു പഠിക്കാൻ സഹായിച്ചവരെ മുഴുവനും കൂട്ടിപ്പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി